ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമുക്ക് നേരെ അച്ഛനോട് ചോദിക്കാം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗിനേഴ്സ് ചാലഞ്ചിന്റെ 14ാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 2-3 ക്ലാസ് മുൻപായിട്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ചിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട് എന്നൊക്കെ. എന്ന് വെച്ചാൽ ഹാവ് പ്ലസ് B3 നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ അതിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്തിട്ട് കഴിഞ്ഞ കാലത്ത് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും എന്നാണ് നോക്കുന്നത് കേട്ടോ. നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതിപ്പോ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ പറയുന്നതാണ്, നമ്മളത് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി അത് മുന്നേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു, കണ്ടിട്ട് ഉണ്ടായിരുന്നു എന്നുള്ള മീനിങ് നമുക്ക് കിട്ടണം. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളുടെ റിവിഷൻ ഒന്ന് നോക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വാക്ക് ഒറ്റ വാക്കാണ് നമ്മൾ എടുക്കുന്നത്. തിങ്ക്. തിങ്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? എന്താ? ചിന്തിക്കുക, ചിന്തിക്കുക അല്ലെ. തിങ്ക് എന്ന് പറയുന്ന വെർബിന്റെ 3 രൂപങ്ങളും കൂടി പറയാം. തിങ്ക്, തോട്ട്, തോട്ട്. ഓക്കെ, അപ്പൊ ഈ 3 രൂപങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ? ചോദ്യമാണ്. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ? Was he thinking? നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? Are you thinking? നമ്മൾ ചിന്തിച്ചു, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമ്മളാണ്. About that. We thought about that. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന ടെൻസ് ആണ് കേട്ടോ, സോറി. അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പൊ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കിയിട്ട് അതിനെ ഇല്ലാതാക്കിയാൽ മതി. അല്ലല്ല, ചിന്തിച്ചിട്ടുണ്ട്, ഉണ്ടിനെ ഇല്ലാതാക്കണം. അവരതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇനി അവരതിനെ കുറിച്ച് ചിന്തിച്ചില്ല എന്നാണെങ്കിലോ? ചിന്തിച്ചില്ല. വ്യത്യാസം മനസ്സിലായല്ലോ? പെട്ടെന്ന് നമുക്കത് ഡിഡിന്റ് ആണോ ഹാവിന്റ് ആണോ എന്നുള്ളത് പിടുത്തം കിട്ടില്ല. അപ്പൊ നമ്മള് അവരതിനെ കുറിച്ച് ചിന്തിച്ചില്ല എന്നാണെങ്കിൽ ഇനി അവരതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഒരു ടില്ല വരും. They haven't thought about that. അവരതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഓക്കെ, വ്യത്യാസം മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. ഇനി അവൾ അതിനെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. അവൾ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ആറില്ല എന്നുള്ള പ്രയോഗം നമ്മൾ കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യാ? ഡോണ്ടോ അല്ലെങ്കിൽ ഡസിന്റോ കൊടുക്കണം. അപ്പൊ അവളാണ് she doesn't think about that. She doesn't think about that. ഇനിയോ? രാജു നാളെ അതിനെ കുറിച്ച് ചിന്തിക്കും. വരാൻ പോണ കാര്യമാണ്. ചിന്തിക്കും. അപ്പൊ എങ്ങനെ പറയും? നാളെ ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ. രാജു will think about that. ഇനിയോ? രമ നാളെ ഈ സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാകും. അവള് ഫുൾ ടൈം അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാവും. അപ്പൊ എങ്ങനെ പറയാ? അപ്പൊ ആ പ്രവൃത്തി അവിടെ രാധ എന്നല്ല ഞാൻ പറഞ്ഞത്, രമ എന്നല്ലേ പറഞ്ഞത്. രാധയാക്കിക്കോ. രാധ നാളെ ഈ സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാകും. ആ പ്രവൃത്തി അപ്പൊ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതാണ് വിൽ ബി നമ്മളെ വ്യത്യാസം. അപ്പൊ എങ്ങനെ പറയാം? രാധ വിൽ ബി. ഞാൻ അറിയാതെ വിൽ ബി പറഞ്ഞല്ലേ. രാധ വിൽ ബി അത്രേ ഉള്ളൂ. വിൽ ബി ഇട്ട് കഴിഞ്ഞാൽ ING ഫോം ഇടണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ് അല്ലേ. രാധ വിൽ ബി തിങ്കിങ് അബൌട്ട് ദാറ്റ്. നാളെ രാധ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാകും അല്ലേ. ഓക്കെ, അപ്പോൾ റിവിഷൻ ഇത് മതി കേട്ടോ. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകണം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ പുതിയൊരു വാക്ക് പരിചയപ്പെടുകയാണ്.
ഹാഡ് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ. ഹാവ് ഹാസ് നമ്മൾ പഠിച്ചിരുന്നു. ഹാവ് ഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാവ് ഹാസ് എന്ന് വെച്ചാൽ ഉണ്ട്. ഉണ്ട് എന്നാണ് അല്ലെ. നമുക്കൊരു കാര്യം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാവ് ഹാസ് ഉപയോഗിച്ചിരുന്നത്. എനിക്കൊരു വണ്ടി ഉണ്ട്, എങ്ങനെ പറയാ? ഐ ഹാവ് എ കാർ, ബൈക്ക്. ഐ ഹാവ് എ ബൈക്ക് ഇങ്ങനെ പറഞ്ഞു. ഇനി നമുക്കൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയണം. പണ്ട്, ഇപ്പല്ല, പണ്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം? എനിക്ക് പണ്ടൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. വെറുതെ പറഞ്ഞൂടെ? എനിക്ക് പണ്ടൊരു ട്രെയിൻ ഉണ്ടായിരുന്നു, എങ്ങനെ പറയാം? ആ അതന്നെ, എനിക്ക് പണ്ടൊരു ട്രെയിൻ ഉണ്ടായിരുന്നു, എങ്ങനെ പറയും? ടോയ് ട്രെയിൻ. ഐ ഹാഡ് എ ടോയ് ട്രെയിൻ. ഐ ഹാഡ് എ ടോയ് ട്രെയിൻ. എനിക്കൊരു ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയണേ, എനിക്ക് പണ്ടൊരു ബസ് ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ പറയാ? ഐ ഹാഡ് എ ടോയ് ബസ്. ടോയ് ആണെങ്കിൽ ടോയ്. ഐ ഹാഡ് എ ടോയ് ബസ്. എനിക്ക് സ്വന്തത്തിന് ശരിക്കും വലിയ എനിക്ക് പണ്ടൊരു ബസ് ഉണ്ടായിരുന്നു. എനിക്ക് പണ്ടൊരു കട ഉണ്ടായിരുന്നു, ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഷോപ്പില്ല. അപ്പൊ എങ്ങനെ പറയാ? വേഗം പറടോ. എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കുണ്ടായിരുന്നു. ഐ ഹാഡ് എ ഷോപ്പ്. ഐ ഹാഡ് എ ഷോപ്പ് അല്ലേ. എനിക്ക് പണ്ടൊരു ഡോഗ് ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ പറയും? ഐ ഹാഡ് എ ഡോഗ്. ഐ ഹാഡ് എ ഡോഗ്. എനിക്കൊരു ഡോഗ് ഉണ്ടായിരുന്നു അല്ലേ. ഇനി ഇതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാ? എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് എങ്ങനെ ആക്കാ? ഐ ഹാഡ് അല്ല, ഐ ഡിഡ്ന്റ് ഹാവ്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലേ. നമുക്കൊരു വസ്തു നമുക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതിനെ നമ്മൾ നെഗറ്റീവ് ആക്കുന്നത് ഈ ഹാഡ് എന്ന് പറയുന്ന വാക്ക് ഹാവ് പ്ലസ് ഡിഡ് ആണ്. ഓക്കെ, ഹാവ് പ്ലസ് ഡിഡ് ആണ് ഹാഡ്. അതിൽ നിന്ന് നമ്മൾ ആ ഡിഡിനെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇടുക. അപ്പോ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയാനായിട്ട് ഐ ഡിഡിന്റ് ഹാവ് എന്ന് പറയണം. ആ ഹാഡിൽ നിന്നും നമ്മൾ ഡിഡ് പുറത്തെടുത്ത പിന്നെ അവിടെ ഹാവ് ഉണ്ട്. അപ്പോ ഐ ഡിഡിന്റ് ഹാവ് എ ഡോഗ്. എനിക്ക് പണ്ട് ഒരു ഡോഗ് ഉണ്ടായിരുന്നില്ല. ഐ ഡിഡിന്റ് ഹാവ് എ ബസ്. എനിക്ക് പണ്ട് ഒരു ബസ് ഉണ്ടായിരുന്നില്ല. ഐ ഡിഡിന്റ് ഹാവ് എ ട്രെയിൻ. എനിക്ക് പണ്ട് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറയാലോ, സത്യല്ലേ അല്ലേ? എനിക്ക് ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു കട ഉണ്ടായിരുന്നില്ല. എങ്ങനെ പറയാ? കടയോ? കട കട കട. അപ്പോ ഐ ഡിഡ്ന്റ് ഹാവ് എ ഷോപ്പ്. ഐ ഡിഡ്ന്റ് ഹാവ് എ ഷോപ്പ്. ഇങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ കുറിച്ച് പറയാം. ഓക്കെ, വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാഡിനെ ഒരുമിച്ച് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ വെർബില്ല. ഹാഡ് കഴിഞ്ഞിട്ട് വെർബ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറിനെ ഒരുമിച്ച് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ, എന്നിട്ട് ചോദ്യമാക്കാനൊക്കെ പറ്റുള്ളൂ. ഇവിടെ ഹാഡ് കഴിഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഹാഡിൽ നിന്നും ഡിഡിനെ പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് ഡിഡ് യു ഹാവ് എന്നാണ് ചോദ്യം ചോദിക്കുക. നിങ്ങൾക്ക് കാർ ഉണ്ടായിരുന്നോ എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ഹാവ് എ കാർ? ഡിഡ് യു ഹാവ് എ ബസ്? ഡിഡ് യു ഹാവ് എ ട്രെയിൻ? ഇതൊക്കെ നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നത് ഈ ഡിഡിനെ പുറത്തേക്ക് എടുത്തിട്ടാണ്. അതേപോലെ ആ ഡിഡിന്റെ കൂടെ നോട്ട് ഇട്ടിട്ടാണ് നമ്മൾ സെന്റൻസ് നെഗറ്റീവ് ആക്കുന്നതും. അത്രയും മനസ്സിലായല്ലോ? അതാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് പറയുന്നത്. അത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു തീർത്താണ് കേട്ടോ, കാരണം ഈ ക്ലാസ് അല്ലെങ്കിൽ ഭയങ്കര നീണ്ടുപോകും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞുതരാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ഒരു വെർബ് ചേർത്ത് എങ്ങനെ പറയാന്നുള്ളതാണ്. ഓക്കെ, വെർബ് ചേർത്ത് എങ്ങനെ പറയാന്നുള്ളത്. വെർബ് ചേർത്ത് പറയുമ്പോൾ ഉള്ള സംഭവമാണ് ഞാനൊരു കാര്യം ചെയ്ത് പൂർത്തിയാക്കിയിട്ട് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെ നമ്മൾ പറയാ? ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെ പറഞ്ഞേ? സബ്ജക്റ്റ് ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3. വെർബിന്റെ മൂന്നാമത്തെ രൂപട്ടു. കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്. അതായത് കംപ്ലീറ്റ് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തിട്ട്. ഐ ഹാവ് കംപ്ലീറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ചെയ്തിട്ട്, മീൻസ് ആ പ്രവൃത്തി ചെയ്തിട്ട്, അതായത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉണ്ട്. കിട്ടിയില്ലേ? ഐ ഹാവ് കംപ്ലീറ്റഡ്. ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉണ്ട്. സബ്ജക്റ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇനി നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടെൻസിൽ ഹാവിനെ അങ്ങ് റീപ്ലേസ് ചെയ്ത് അവിടെ ഹാർഡ് ഇട്ട് കൊടുത്താൽ മതി. വേറെ ടെൻഷൻ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് പറഞ്ഞോടെ? എങ്ങനെ പറയാം? ഐ ഹാഡ് വർക്ക്ഡ് അല്ല, ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ വർക്ക്. ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ വർക്ക്. ഞാൻ എന്റെ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പൂർത്തിയാക്കിയോ?
അപ്പൊ ഞാൻ പറയാണ് ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അമ്മ. ഉണ്ടായിരുന്നല്ലോ അമ്മ. അപ്പൊ എങ്ങനെ പറയാ? I had കംപ്ലീറ്റഡ് അല്ലേ? അവിടെ ശരിക്കും അങ്ങനെ പറയണ്ട. അവിടെ ജസ്റ്റ് ഐ ഫിനിഷ്ഡ് മൈ വർക്ക് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ വർക്ക് പൂർത്തിയാക്കി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടെൻസിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ അർത്ഥം ഞാൻ ചെയ്തു പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിൽ പോലും നമ്മൾ ഈ ടെൻസ് പറയുന്നത് രണ്ട് പാസ്റ്റ് ടെൻസ് ഒരുമിച്ച് വരുമ്പോൾ അവിടെയാണ് പറയുന്നത് കേട്ടോ. അത് നമുക്ക് വഴിയെ പറയാം. ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിൽ കിട്ടിയതിന് ശേഷം ഞാനത് പറഞ്ഞുതരാം. അതായത് ഈ ടെൻസിന്റെ മീനിങ് ഞാൻ ആ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണെങ്കിലും നമ്മൾ ഡെയിലി ലൈഫിൽ സംസാരത്തിൽ ഇത് ഉപയോഗിക്കുന്നത് രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ഒരുമിച്ച് പറയുമ്പോഴാണ് നമ്മൾ പറയുക. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത്, ഞാൻ ഒരു ലീവിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് കിട്ടിയില്ല. ഓക്കെ, ഇപ്പൊ എങ്ങനെ പറയാം? ഞാനൊരു ലീവിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലീവ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറ, ഉണ്ടായിരുന്നു എന്ന് പറ. പ്ലാൻഡ് ഇത്ര കിട്ടിയില്ലേ? ബാക്കി നമുക്ക് അപ്പ ചേർത്താൽ മതി. ലീവ് പറഞ്ഞാൽ ലീവ്. ഐ ഹാഡ് പ്ലാൻഡ് ഫോർ എ ലീവ്. ഞാനൊരു ലീവിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വിദേശത്ത് പോകാനേ. നേരത്തെ ആ ലീവ് അല്ല, ആ ലീവ് പറഞ്ഞാൽ വിട്ടുപോവുക. ഞാൻ വിചാരിച്ച മറ്റേ ലീവാണോ? ഏത്? വിട്ടുപോവുക, ആ ലീവ് അല്ല. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഫോർഗെറ്റ് എന്നുള്ള വാക്ക് വെച്ചിട്ടാണ് കേട്ടോ. ഫോർഗെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്ക് അതിന്റെ മീനിങ് അറിയാമോ? മറക്കുക എന്നാണ്. മൂന്ന് രൂപങ്ങൾ: ഫോർഗെറ്റ്, ഫോർഗോട്ട്, ഫോർഗോട്ടൺ. ഫോർഗെറ്റ്, ഫോർഗോട്ട്, ഫോർഗോട്ടൺ. ഓക്കെ, അപ്പൊ അതെങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആ കഥ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോ I had forgotten that story. I had forgotten that story. അയ്യോ, ഞാൻ ആ കഥ മറന്നു പോയിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ആ കഥ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അയ്യോ, എല്ലാം ഓർത്ത് വെക്കുന്ന ഒരാള്. ഓക്കെ, ഞാനൊരു സിനിമ കണ്ടുവന്നു കേട്ടോ. അപ്പൊ ആ സിനിമ കണ്ടുവന്നിട്ട് ഞാൻ അതിന്റെ സ്റ്റോറി നന്നായിട്ട് വിവരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ഫ്രണ്ടിന് എന്ന് പറയണം. ഓക്കെ, അപ്പോ വിവരിച്ചു കൊടുക്കുക എന്നുള്ളതിന് എക്സ്പ്ലെയിൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. എക്സ്പ്ലെയിൻ. ഓക്കെ, അപ്പൊ അതിന്റെ മൂന്ന് രൂപങ്ങൾ എന്തെന്ന് അറിയാമോ? എക്സ്പ്ലെയിൻ, എക്സ്പ്ലെയിൻഡ്, എക്സ്പ്ലെയിൻഡ്. അപ്പൊ എനിക്ക് പറയണം, ഞാൻ ആ സ്റ്റോറി, അതായത് ഞാൻ ആ സിനിമയുടെ കഥ നന്നായിട്ട് വിവരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. I had explained. I had explained the story of that film. ഞാൻ ആ സിനിമയുടെ കഥ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, വിവരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഐഡിയ കിട്ടിയല്ലോ. സബ്ജക്റ്റ് പറയുന്നു, നമ്മൾ ഹാഡ് പറയുന്നു, പിന്നെ V3 പറയുന്നു. ഇവിടെ നമുക്കൊരു പ്ലസ് പോയിന്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാഡ് നമുക്ക് ഏത് സബ്ജക്റ്റിന്റെ കൂടെ ഇടാം. അതായത് ഐ ഹാഡ് എക്സ്പ്ലെയിൻഡ് ദാറ്റ് സ്റ്റോറി എന്ന് പറയുന്നതും, ഹി ഹാഡ് എക്സ്പ്ലെയിൻഡ് ദാറ്റ് സ്റ്റോറി എന്ന് പറയുന്നതും, ദേ ഹാഡ് എക്സ്പ്ലെയിൻഡ് ദാറ്റ് സ്റ്റോറി എന്ന് പറയുന്നതും, ഷീ ഹാഡ് എക്സ്പ്ലെയിൻഡ് ദാറ്റ് സ്റ്റോറി എന്നൊക്കെ പറയുന്നതൊക്കെ സബ്ജക്റ്റ് ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷെ അവിടെ ഹാഡില് ഒരു മാറ്റമില്ല. നമുക്ക് അവിടെ ഹാഡ് തന്നെ ഉപയോഗിക്കാം. അതാണ് ഇതിന്റെ ഗുണം. നമ്മളിപ്പോ ഈ ആറിട്ട പോലെ തന്നെ ഈ ഐനൊന്നായിട്ട് അതൊന്നും നോക്കണ്ട. എന്താ അതൊന്നും നോക്കണ്ട. അയ്യോദേവിനൊന്നായിട്ട്, അയ്യന് മാത്രം ഒന്നായിട്ട്. ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തില് സബ്ജക്റ്റ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ഹാഡിൽ ഒരു ചേഞ്ചും വരില്ല. ഹാഡ് എല്ലാ സബ്ജക്റ്റിന്റെ കൂടെ ഇടാം. ഇനി ഹാഡിനെ നമുക്ക് നെഗറ്റീവ് ആക്കണമെങ്കിലോ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഒരു ഒബ്ജക്റ്റ് വെച്ച് പറയുമ്പോൾ ഡിഡിന്റ് ഹാവ് ആണ് പറയാന്ന് അല്ലേ? അപ്പൊ ഇവിടെ എനിക്ക് പറയണം, ഞാൻ അതിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണെങ്കിലോ? ഉണ്ടായിരുന്നില്ല. അപ്പൊ ഐ ഹാഡിന്റ് എക്സ്പ്ലെയിൻഡ് എന്നാ പറയാ. അതേപോലെ ഹാവിന്റ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ. അതായത് ഇവിടെ എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞാൽ വെർബുണ്ട്. വെർബ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ ഹാഡ് എന്ന് പറയുന്ന വാക്കിന്റെ കൂടെ നോട്ട് ഇട്ടിട്ട് പറയാം. ഓക്കെ, അപ്പോ ഹി ഹാഡിന്റ് എക്സ്പ്ലെയിൻഡ് അല്ലെങ്കിൽ ഐ ഹാഡിന്റ് എക്സ്പ്ലെയിൻഡ് അങ്ങനെ പറയാം. ഇനി പറയണം, എൻ്റെ കയ്യിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഞാൻ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാകെ പ്രശ്നമായി. ഞാൻ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോ I hadn't solved that problem. I hadn't solved that problem. ഞാൻ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാകെ പ്രശ്നമായി. എന്നുവെച്ചാല് ഞാൻ ആ സാധനം ചെയ്തു, അയ്യോ എന്തോ പറ്റിപ്പോയല്ലോ, ഞാനിപ്പോ എന്ത് ചെയ്യും വന്നിട്ട് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ സെന്റൻസുകളൊക്കെ
ഞാൻ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഹാർഡല്ല യൂസ് ചെയ്യുക. അവിടെയൊക്കെ നമ്മൾ ഡിഡിൻറ്റ് എന്ന് തന്നെയാണ് യൂസ് ചെയ്യുക. അതായത് ഞാൻ ആ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സംസാര ഭാഷയിൽ ഐ ഡിഡിൻ കംപ്ലീറ്റ് ദാറ്റ് വർക്ക്, ഐ ഡിഡിൻ സോൾവ് ദാറ്റ് പ്രോബ്ലം, ഇങ്ങനെയാണ് പറയാ. പക്ഷേ എപ്പോഴാണ് ഹാഡ് ചേർത്ത് പറയാ, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഉത്തരം പറയുമ്പോ അല്ല, രണ്ട് പാസ്റ്റ് ആക്ഷൻ ഒരുമിച്ച് പറയുമ്പോൾ മാത്രമേ ഇത് പറയാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി, അതിന്റെ മുൻപേ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ വരണം. അതായത് രണ്ട് പാസ്റ്റ് ആക്ഷൻ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കുക. ഹാഡ് വെച്ചിട്ടും പറയുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ഡിഡിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ അധികവും പറയാം. ഇനി ഹാഡ് വെച്ചിട്ട് പറയുന്ന സെന്റൻസുകൾ അധികവും രണ്ട് പാസ്റ്റ് ആക്ഷൻ ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടൻ തന്നെ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം നടന്ന കാര്യം ഏതാ? ആദ്യം ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പോയിട്ടുണ്ടായിരുന്ന കാര്യം നമ്മൾ പാസ്റ്റിൽ പറയും. അപ്പൊ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടനെ as soon as I reached the railway station. as soon as എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ എന്നാണ് കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്നാണെങ്കിൽ വെന്ന് ചേർത്ത് പറയാം. വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ. ഇനി ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ പോയി എന്നാണെങ്കിലോ ബിഫോർ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെയും പറയാം. ഇത് എങ്ങനെയും പറയാട്ടോ, ആ മീനിങ് കിട്ടിയാൽ മതി. ഹാഡ് വേണം. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടൻ തന്നെ. ഞാൻ വീട്ടിലെത്തിയ ഉടൻ തന്നെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ മുന്നേ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്തുന്നതിന് മുൻപേ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാ? എന്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. had called me before I reached at my home. അത്ര വേണ്ട. before I reached home. അത്രേ ഉള്ളൂ. ഈ റീച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോം മാത്രം മതി. റീച്ച്ഡ് ഹോം. അവിടെ പിന്നെ നമ്മൾ പ്രിപ്പോസിഷൻ ഒന്നും ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സംഗതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഹാഡ് കഴിഞ്ഞിട്ട് നമ്മൾ V3 ആണ് പറയുന്നത്. ഇനി ഹാഡിന്റെ കൂടെ നോട്ട് ഇട്ട് കഴിഞ്ഞാൽ സെന്റൻസ് നെഗറ്റീവ് ആവും. ഈ ഹാഡിനെ നമ്മൾ മുന്നിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചോദ്യമാവും. ഹാഡിന്റെ കൂടെ നോട്ട് ഇട്ടിട്ട് അതിനെ ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാലും ചോദ്യമാവും. ഹാഡിന്റെ യു കംപ്ലീറ്റഡ് ദിസ് വർക്ക്, നിങ്ങൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഹാഡ് യു കംപ്ലീറ്റഡ് ദിസ് വർക്ക്, നിങ്ങൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ വരും. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മളെ സീരീസ് തുടർച്ചയായിട്ട് കണ്ടുവരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ചോദ്യം ഉണ്ടാക്കുക, എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക എന്നൊക്കെ ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഇതിൽ കൃത്യമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ മറക്കാതെ ഇതൊരു സീരീസ് ആണ്. 1 മുതൽ ഈ 14 ക്ലാസ്സുകളും തുടർച്ചയായിട്ട് തന്നെ കാണാൻ എന്നാലൊരു ഐഡിയ കിട്ടുള്ളൂ കേട്ടോ. ഇടയ്ക്കുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. പിന്നെ നമ്മൾ ഈ ബിഗിനേഴ്സ് ചാലഞ്ച് തുടങ്ങിയത് തന്നെ ആക്ച്വലി നമ്മുടെ റെഗുലർ വ്യൂസ് ഒക്കെ പോയിട്ടുണ്ട്. ബിഗിനേഴ്സ് മാത്രം, കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് കാണുന്നുള്ളൂ, എനിക്ക് ശരിക്കും അറിയാം. അതുകൊണ്ട് വ്യൂസ് ഇപ്പോൾ ഒരുപാട് കുറവാണ്. എന്നാലും ഞാനിത് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മുതൽക്കൂട്ടാവും. ഇനി വരാനിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഒരു ബിഗിനേഴ്സ് ചാലഞ്ച് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും വന്നിട്ട് ഇത് കാണാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് അവർക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടും. മറ്റേത് നമ്മൾ ഒരു കുറച്ച് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ആളുകളോ ക്ലാസ് വന്ന് കാണുമ്പോൾ അവർക്കെല്ലാം മനസ്സിലാവും. പക്ഷെ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് പിന്നെ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അവർക്ക് ഈ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ മനസ്സിലാവുന്ന രീതിയിൽ കിട്ടും. അതിനാണ് നമ്മൾ ബിഗിനേഴ്സ് ചാലഞ്ച് തുടങ്ങിയിട്ടോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇത് ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെല്ലാവരും കാണട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് റെഗുലർ ആയിട്ടുള്ള 5 വെർബുകളെ പരിചയപ്പെടാം അല്ലേ? എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്? സ്പീക്ക്. സ്പീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം സംസാരിക്കുക. ഇനി അത് സംസാരിച്ചു എന്നാണെങ്കിലോ സ്പോക്ക് ആവും. സംസാരിച്ചിട്ട് എന്നാണെങ്കിലോ സ്പോക്കൺ. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. ഓക്കെ. ഇനി പറയുക എന്നാണെങ്കിലോ ടെൽ എന്നാവും. ടെൽ എന്ന് പറഞ്ഞാൽ പറയുക. ടോൾഡ്. ഇനി അതുപോലെ തന്നെ പറയുക എന്നുള്ള വേറൊരു വാക്കുണ്ട്, സേ എന്ന് പറഞ്ഞാലും പറയുക എന്നാണ്. അതിനൊരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. സേ എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് ആണ് സെഡ്. ഇനി ടെല്ലും
സേയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരാളോട് പറയുന്നതിനാണ് ടെൽ എന്ന് പറയാം. ഓക്കെ. ഞാൻ സ്വയം പറയുകയാണെങ്കിൽ സേ എന്നാ പറയാം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്നാണെങ്കിൽ ഐ സെഡ്, ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്നാണെങ്കിൽ ഐ ടോൾഡ് എന്നാ പറയാം. ഐ ടോൾഡ് ഹിം, ഞാൻ അവനോട് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇനിയിപ്പോ നീ പറയാണ് അവൻ പറഞ്ഞു എന്നാണ് പറയണമെങ്കിൽ, അവൻ ഒറ്റയ്ക്ക് പറഞ്ഞു എന്നാണെങ്കിൽ ഹി സെഡ് ദാറ്റ് എന്നാ പറയാം. അവൻ സ്വയം പറഞ്ഞു. നമ്മൾ സ്വയം പറയുന്നതിന് സെഡ് എന്നും നമ്മൾ വേറൊരാളോട് പറയുന്നതിന് ടോൾഡ് എന്നും പറയും. ഇനി അടുത്ത വാക്കാണ് റിക്വസ്റ്റ്. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് ഒരു കാര്യം അപേക്ഷിക്കുന്നതിനാണ് റിക്വസ്റ്റ് എന്ന് പറയാം. റിക്വസ്റ്റ്, റിക്വസ്റ്റഡ്, റിക്വസ്റ്റഡ്. ഞാൻ ഒരാളോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു, അതും ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? പക്ഷെ അത് അപേക്ഷിക്കുക എന്നുള്ളതാണ്. റിക്വസ്റ്റ് ചെയ്യാം. റിക്വസ്റ്റ്, റിക്വസ്റ്റഡ്, റിക്വസ്റ്റഡ്. ഞാൻ അപേക്ഷിക്കാറുണ്ട്, അല്ലെങ്കിൽ അപേക്ഷിക്കുന്നു, അപേക്ഷിച്ചു, അപേക്ഷിച്ചിട്ട്. ഇനി ഇതേപോലെ തന്നെ വരുന്ന വേറൊരു വാക്കാണ് റിപ്ലൈഡ്. ഞാൻ മറുപടി കൊടുത്തു. ഒരാൾ എന്നോടൊരു കാര്യം ചോദിച്ചു, ഞാൻ അതിന് മറുപടി കൊടുക്കൂലേ? അപ്പൊ പിന്നെ ഞാൻ ടോൾഡ് എന്നല്ല പറയാം, ഐ റിപ്ലൈഡ്. അയാൾ ചോദിച്ചതിന് ഞാൻ റിപ്ലൈ ചെയ്തു. അപ്പൊ എങ്ങനെ പറയാ? ഐ റിപ്ലൈഡ്, ഇത്രേ ഉള്ളൂ. ഈ 5 വാക്ക് കേട്ടോ. ഇതെപ്പോഴും നമുക്ക് കൺഫ്യൂഷൻസ് വരുന്ന കുറച്ച് ഒരേപോലെയുള്ള സംഭവങ്ങളാണ്. അത് ഇത് തന്നെ എടുത്ത് പറയാൻ കഴിയും. ഇനി കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഇനി അടുത്ത് നിങ്ങൾക്കുള്ള ചോദ്യം. നമ്മളൊരു സ്ഥലം സന്ദർശിച്ചു എന്ന് പറയുന്നതിന് വിസിറ്റഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ബാക്കി ഞാൻ ആദ്യമേ തരികയാണ്. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ ചൈനയിൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ചൈന സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ദുബായ് സന്ദർശിക്കുന്നതിന് മുൻപ്. ഞാൻ ചൈന സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ദുബായ് സന്ദർശിക്കുന്നതിന് മുൻപ്. അപ്പൊ ആദ്യം പോയത് എവിടെയാ? അത് ഹാർഡിൽ പറയാം. പിന്നെയാണ് നമ്മൾ രണ്ടാമത് പോയ സ്ഥലം, അത് പാസ്റ്റിലും പറയാം. അതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ പറയേണ്ടത്, എനിക്ക് ഒരു വീട് ഉണ്ടായിരുന്നില്ല. എനിക്കൊരു വീട് ഉണ്ടായിരുന്നില്ല. ഇതൊരു വസ്തുവാണ്. അപ്പോൾ വസ്തു എൻ്റെ കൂടെ നമ്മൾ ഈ ഓക്സിലറി ഇട്ടിട്ട് എങ്ങനെയാണ് നെഗറ്റീവ് പറയാം, അതും നമ്മൾ പറഞ്ഞു. അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ചെറിയൊരു ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഡേ വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത ഡേ വീണ്ടും കാണാം. അതുവരേക്കും തുടങ്ങാല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് കുറച്ചേ ഉള്ളൂ, 3/4 മണിക്കൂർ. 1 മണിക്കൂർ 3/4 മണിക്കൂറാണ്. ഓക്കെ. രാജ വിൽ ബി രാജല്ല, രാധ. ഓക്കെ. രാധ വിൽ ബി തിങ്കിങ് അബൌട്ട് ദാറ്റ്. രാധ നാളെ ശരിക്കും ഇരിക്കും. എനിക്ക് പണ്ട് ഒരു ബസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൂടെ? നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ഇപ്പൊ ഇല്ലല്ലോ, എന്തായാലും പണ്ട് ഉണ്ടായിരുന്നു ഇമാജിൻ ചെയ്ത് നമ്മൾ പറയണം. എനിക്ക് പണ്ടൊരു ബസ് ഉണ്ടായിരുന്നു. ഈ സെന്റൻസ് പറയാൻ എങ്ങനെ ഒരു സമയം കളയാതെ. അടുത്ത് ഞാൻ ചോദിക്കണേ. ഇനി എനിക്കൊരു പറഞ്ഞോ. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നു, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഹാഡ് ചേർത്തിട്ട് നമുക്ക് എന്ത് സംഭവം ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇപ്പന്മാരെ കൊണ്ട് കുടുങ്ങിയല്ലോ. ഇപ്പന്മാരൊക്കെ പോകാൻ കണ്ട ഒരു ദിവസം ഞാൻ ആലോചിക്കാം. ഒറ്റ ദിവസം ഇത്രയും വണ്ടി ഇവിടെ കാണില്ല. അപ്പോൾ അടുത്ത വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്തോ പറഞ്ഞു ചിരിക്കല്ലേ? റെഡി, 1 2 3 എങ്ങനെ കുത്തു.